തുമ്പിക്കൈ മൂക്കും അതിനഗ്രത്ത് തറിമുറി സംവിധാനങ്ങളുമൊക്കെയുള്ള കാഴ്ചയിൽ അമ്പരപ്പിക്കുന്ന ഈ വണ്ടിനെ നിങ്ങൾക്കറിയാമോ? എന്തായാലും ഞാനും നിങ്ങളും പലപ്പോഴുമായി ധാരാളമായിട്ട് ഈ വണ്ടുകളെ തിന്നിട്ടുണ്ട്, ഉറപ്പ്. ഇല്ല എന്ന് നെറ്റി ചുളിക്കണ്ട. എത്ര ശുദ്ധ സസ്യാഹാരി എന്ന് പറഞ്ഞാലും അരിയാഹാരം കഴിക്കുന്ന ആരും കേരളത്തിൽ ഇതിനെയും ഇതിൻ്റെ മുട്ടയെയും കുഞ്ഞുങ്ങളെയും തിന്നാതിരിക്കില്ല. ഈ രൂപത്തിൽ ഇത്ര വിശദാംശങ്ങളോടെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ആളെ അത്ര പരിചയമില്ല എന്ന് തോന്നുന്നത്. നമുക്ക് വളരെ സുപരിചിതരാണിവർ. വലിപ്പമാണ് അപരിചിതത്വത്തിന് കാരണം. ഇവർ വളരെ കുഞ്ഞന്മാരാണ്. അരിയിലും കടലയിലും മറ്റു ധാന്യങ്ങളിലും ഒക്കെ ഒരു കുത്തുപോലെ കണ്ടിട്ടുണ്ടാവും. അതിനാൽ നമ്മൾ ഇതിനെ കുത്തൻ എന്ന് പേരും വിളിക്കാറുണ്ട്. അതെ, സാക്ഷാൽ കുറുംചാത്തൻ. എന്തായാലും ഇപ്പോൾ ആളെ പിടികിട്ടിയല്ലോ. ഇനി പറയൂ, നമ്മൾ ഇയാളെ തിന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സമ്മതിക്കാൻ കുറച്ച് വിഷമമുണ്ടാവും. ദോശയിലും ചോറിലും ചപ്പാത്തിയിലും ഒക്കെ ഈ മൂക്കൻ വണ്ടോ ഈ വണ്ടിൻ്റെ ബന്ധുക്കളായിട്ടുള്ള മറ്റു വണ്ടിനങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. എത്ര ശ്രദ്ധിച്ച് നമ്മൾ ഇവരെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇവരില്ലാത്ത ധാന്യങ്ങൾ കിട്ടാൻ വലിയ പാടാണ്. അരിയിൽ നിന്ന് പെറുക്കിയും കഴുകുമ്പോൾ ഒഴുക്കിയും ഒക്കെ കളയാൻ എത്ര ശ്രമിച്ചാലും ബാക്കിയുണ്ടാവും. ഈ കുറുഞ്ചാത്തന്മാരെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇവയുടെ മുട്ടയും അവയുടെ കുഞ്ഞുങ്ങളെയും ഒന്നും നമുക്ക് കാണാൻ കിട്ടില്ല. അത്രയധികം ഒളിച്ചിട്ടാണ് അവ ഉണ്ടാകുക. ഇനി ഹോട്ടലുകളിൽ നിന്നും സദ്യകൾക്കും ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അവിടെയൊക്കെ അരിയിലെയും ഗോതമ്പിലെയും റവയിലെയും കടലയിലെയും ഒക്കെ കുത്തന്മാരെയൊക്കെ പെറുക്കി മാറ്റിയിട്ടാണ് പാചകം ചെയ്യുക എന്ന് വെറുതെ ആശിക്കാമെന്ന് മാത്രം. ഇനി എങ്ങനെ തപ്പിയാലും ഈ കുത്തന്മാരെയല്ലേ നമ്മൾ കാണൂ. പിള്ളേരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവരൊക്കെ ഒളിഞ്ഞു കഴിയുകയായിരിക്കും. ഇനി എന്തായാലും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് പ്രോട്ടീൻ കൂടി നമ്മുടെ വയറിലെത്തി എന്ന് കരുതി സന്തോഷിക്കുക. അത്രയധികം ശ്രദ്ധയോടെ ധാന്യങ്ങളും പരിപ്പുകളും ഒക്കെ ഈർപ്പം തട്ടാതെ നല്ല ഉറപ്പുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ മാത്രം ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നത് എപ്പോഴും സാധ്യമായിട്ടുള്ള കാര്യമല്ല. കുത്തൻ, കൊത്തൻ, കറുഞ്ചാത്തൻ, ഉച്ച് എന്നീ പല പേരുകളിൽ ഇവർ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ കുറുഞ്ചാത്തന്മാർക്ക് എന്ത് പേരാണ് വിളിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. എള്ളുണങ്ങുന്നത് എണ്ണക്ക്, കുറുഞ്ചാത്തൻ ഉണങ്ങുന്നതോ എന്ന ഒരു ശൈലി മലബാറിലൊക്കെ പ്രചാരമുണ്ടല്ലോ. എള്ള് നന്നായി ഉണങ്ങിയാൽ പരമാവധി എണ്ണ അതിൽ നിന്നും കിട്ടും. പക്ഷെ അതിനൊപ്പം തന്നെയുള്ള കുറുഞ്ചാത്തന്മാർ എത്ര നേരം വെയിൽ കൊണ്ടിട്ടും എന്താണ് കാര്യം? അവ ഉണങ്ങി ചത്തുപോകും എന്ന് മാത്രം. ചില കാര്യങ്ങളിൽ കഠിനമായി പ്രയത്നിക്കുന്നവരോടൊപ്പം തന്നെ ഇതിനൊന്നും ഒരു ഉപകാരവും ഇല്ലാത്ത ചിലരും കൂടി ഉണ്ടാവും. ഒരു ഗുണവും കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ചിലർ. ഇവരെ സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പിലും കുത്തനോ എന്നൊരു പ്രയോഗം കൂടി മലയാളത്തിലുണ്ട്. ഒരു ജീവിക്കും വളരാൻ കഴിയാത്ത ഒന്നാണല്ലോ ഉപ്പ്. ഉപ്പിലും കുത്തനോ എന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിൽ ചിലരുടെ സാന്നിധ്യം കാണുമ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറ്. ഒറ്റ നോട്ടത്തിൽ കടുകിലും ചെറുതായിട്ടുള്ള എന്തോ ഒരു സാധനം എന്ന് മാത്രമേ തോന്നൂ. കറുപ്പിലും ബ്രൗണിലും ഒക്കെ ഇവരെ കാണുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ അവയുടെ മേൽച്ചിറകുകളിൽ രണ്ടിലുമായിട്ട് 4 ഓറഞ്ച് മാർക്കുകൾ കാണാം. വണ്ടുകളുടെ ചിറകുകളുടെ പ്രത്യേകതകൾ അറിയാമല്ലോ. അവയുടെയൊക്കെ മേൽച്ചിറകുകൾ എലിട്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നല്ല ഉറപ്പുള്ളതായിരിക്കും. അത് പറക്കാൻ ഉപയോഗിക്കുന്നതല്ല. അടിയിലെ 2 ജോഡി ചിറകുകളെ സൂക്ഷിച്ച് പൊതിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിറകുകൾ ഉപയോഗിക്കുന്നത്. കുറുഞ്ചാത്തന്മാരുടെയും എലിട്ര നല്ല ഉറപ്പുള്ളതും അതിൽ ചില മാർക്കുകളൊക്കെ ഉള്ളതുമാണ്. എന്തായാലും വളരെ ചെറുതായതിനാൽ തന്നെ ഇവയുടെ ശരീരത്തിലെ ഈ വിശദാംശങ്ങളൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അരിമണികൾക്കിടയിലുള്ള ഇവയുടെ രൂപം ശ്രദ്ധിച്ചാൽ നമുക്ക് അവയുടെ വലിപ്പത്തെ സാമ്യം ചെയ്യാൻ സഹായിക്കും. സിറ്റോഫൈലസ് ഒറൈസെ എന്നാണ് നമ്മുടെ അരിയിലൊക്കെ കാണുന്ന ഈ കുറുഞ്ചാത്തന്മാരുടെ ശാസ്ത്രനാമം. ഒറൈസ സറ്റൈവ തിന്ന് വളരുന്നവർ എന്നതിനാൽ തന്നെയാണ് ഇവയുടെ സ്പീഷീസ് നാമമായിട്ട് ഒറൈസെ എന്ന് നൽകിയിരിക്കുന്നത്. വീവിൽ വണ്ടുകളിൽപ്പെട്ടവരാണിവർ. പലതരത്തിലുള്ള വീവിൽ വണ്ടുകളുണ്ട്. അവയുടെയൊക്കെ രൂപം വളരെ രസകരമാണ്. കുർക്കുലോയിനിഡെ എന്ന സൂപ്പർ ഫാമിലിയിൽപ്പെട്ടതാണ് നമ്മുടെ ഈ കുറുഞ്ചാത്തന്മാർ. ഇവരൊക്കെ നീണ്ട മൂക്കുള്ള ആ മൂക്കുപയോഗിച്ച് തുരക്കുന്ന സ്വഭാവമുള്ള വണ്ടുകളാണ്. സിറ്റോഫിലസ് ജനുസിൽപ്പെട്ട ഈ മൂക്കൻ വണ്ടുകളിൽ പലതും ധാന്യങ്ങൾ, പരിപ്പുകൾ, വിത്തുകൾ ഒക്കെ നശിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനക്കാരാണ്. അതിനാൽ തന്നെ ലോകത്തെങ്ങും കച്ചവടക്കാരും കൃഷിക്കാരും ഒക്കെ വലിയ പെസ്റ്റായിട്ട് തന്നെയാണ് ഈ മൂക്കൻ വണ്ടുകളെ, വീവിൽ വണ്ടുകളെ കണക്കാക്കുന്നത്. അരിക്കുത്തന്മാർ കൂടാതെ ഗോതമ്പ് കൂടുതലായിട്ട് തിന്നാൻ ഇഷ്ടപ്പെടുന്ന സിറ്റോഫിലസ് ഗ്രാനേറിയസ് എന്ന ശാസ്ത്രനാമമുള്ള മൂക്കൻ വണ്ടുകളുണ്ട്. അതുപോലെ ചോളം, മെയ്സ് കൂടുതലായിട്ട് തിന്നാൻ ഇഷ്ടപ്പെടുന്ന സിറ്റോഫിലസ് സിയോമൈസ് എന്ന ശാസ്ത്രനാമമുള്ള വേറെ ഇനം മൂക്കൻ വണ്ടുകളുമുണ്ട്. ഈ 3 ഇനവുമാണ് ലോകത്തിലെ ധാന്യങ്ങളും ഇതേപോലെ പരിപ്പുകളും ഒക്കെ തിന്നു തീർക്കുന്നതിലെ, നശിപ്പിക്കുന്നതിലെ 1ാം സ്ഥാനക്കാർ. മണിച്ചോളം, ഓട്സ്, ബാർലി, പരുത്തിക്കുരു, പയറുകൾ, വരക് തുടങ്ങിയൊക്കെ ഇവർ തിന്നു. ശേഖരിച്ചു വെച്ച കപ്പപ്പൊടി, കസാവ മാത്രമല്ല ആപ്പിൾ വരെ ഇവർ തുരക്കും. അതിൽ മുട്ടയിടും, കുഞ്ഞുങ്ങളെ വളർത്തും. നമ്മുടെ ഈ 3 ഇനം വീവിൽ വണ്ടുകളുടെയും ഉള്ളിൽ ഗ്രാം നെഗറ്റീവ്, ഗാമ പ്രോട്ടിയോ ബാക്ടീരിയം അതിഥികളായി കഴിയുന്നുണ്ടാവും. ബാക്ടീരിയയും വണ്ടും തമ്മിൽ ഒരു തരം സിംബയോട്ടിക് ബന്ധമാണുള്ളത്. ബാക്ടീരിയക്ക് വേണ്ട സെറിലൊക്കെ ഈ വണ്ടുകളുടെ വയറ്റിൽ നിന്നും അതിന് ലഭിക്കും. അതിന് പകരമായിട്ട് അവ വണ്ടിന് വേണ്ട പോഷകങ്ങളും അമിനോ ആസിഡുകളും വൈറ്റമിനുകളും ഒക്കെ നിർമ്മിച്ചു നൽകും. ഇതിങ്ങനെ തലമുറകളിലേക്ക് അമ്മ വഴി, മുട്ട വഴിയൊക്കെ ഇങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കും. ബാക്ടീരിയകൾ ഈ കുഞ്ഞൻ വണ്ടുകളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും.
നമുക്ക് രോഗമുണ്ടാക്കുന്നവയാവണമെന്നില്ല ഈ ബാക്ടീരിയകൾ എപ്പോഴും. ചിലപ്പോൾ ചിലതൊക്കെ രോഗമുണ്ടാക്കുന്നവയും ഉണ്ടാകാം. എന്തായാലും ഈ നീളൻ മൂക്കാണ് ഇവരുടെ പ്രധാന ആയുധം. സസ്യഭാഗങ്ങളാണ് ഇവരുടെ ആഹാരം. പല കുടുംബങ്ങളിലായിട്ട് 97,000-ഓളം ഇനം വീവിൽ വണ്ടുകളുണ്ട്. അതിൽ കൂടുതലും കുർക്കുലിഡേയുടെ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെടുകയും ചെയ്യുക. മൂക്കൻ പ്രാണിയാണെങ്കിലും അത്ര സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ആ മൂക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. വീവിൽ വണ്ടുകളുടെ വലിയ ഇനങ്ങളെ കണ്ടാൽ മാത്രമേ നമുക്ക് ആ മൂക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ കുറുഞ്ചാത്തന്മാർ ഈ നീളം മൂക്ക് ആദ്യം ധാന്യങ്ങളുടെ പുറംഭാഗത്ത് ഇങ്ങനെ തുരന്നു കയറ്റും. ഈ മൂക്കോട് ചേർന്ന് തന്നെ ആന്റിനകളുമുണ്ട്. ഈ ധാന്യത്തിൻ്റെ അല്ലെങ്കിൽ പരിപ്പിൻ്റെ മണം, ഗുണം, അതിനുള്ളിലെ ഈർപ്പം ഒക്കെ എങ്ങനെയാണ് ഇവ മനസ്സിലാക്കുന്നത്, അതിനുള്ളിൽ മുട്ടയിടാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ആൺവണ്ടുകൾ ഈ ധാന്യങ്ങളുടെ ഒക്കെ പുറംഭാഗം മാത്രമാണ് ഇങ്ങനെ ഭക്ഷണമാക്കുക. പെണ്ണിന് ഭക്ഷണം മാത്രം പോരല്ലോ, മുട്ടയിടണം. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ പുഴുക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഇടമാണ് ഈ ധാന്യം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അവ മൂക്കിൻ്റെ അഗ്രം കൊണ്ട് ഡ്രില്ലർ പോലെ അരിമണിയുടെ അല്ലെങ്കിൽ ധാന്യത്തിൻ്റെ പുറംഭാഗത്ത് ചുരണ്ടി ഉള്ളിലേക്ക് തുരന്ന് ഒരു ചെറിയ കുഴി ഉണ്ടാക്കും. എന്നിട്ട് തിരിഞ്ഞ് അതിൻ്റെ പിറകിലെ ഒവിപോസിറ്റർ വഴി ഒരു മുട്ട അതിനുള്ളിൽ ഇട്ട് വെക്കും. അതിൻ്റെ പുറകുവശത്ത് നിന്ന് തന്നെ ഊറി വരുന്ന പശ പോലെയുള്ള ദ്രാവകം കൊണ്ട് ആ ഭാഗം അടച്ചു വെക്കും, സീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് ഉറച്ച് കട്ടിയാകും. അരിമണി കണ്ടാൽ അതിനുള്ളിൽ ഒരു മുട്ടയുണ്ടെന്നോ അതിന് മുന്നേ ഒരു ദ്വാരം തുരന്നിട്ടുണ്ടെന്നോ ഒന്നും തോന്നില്ല. അത്ര വൃത്തിയായിട്ട് അത് അടച്ചിട്ടുണ്ടാവും. ഓട്ട അടച്ച ഭാഗത്ത് ഒരു തടിപ്പ് കാണാം എന്ന് മാത്രം. ഒരു അരിമണിയിൽ ഒരു മുട്ട മാത്രമേ ഇട്ടുവെക്കുകയുള്ളൂ. 2 മുട്ടയിട്ടാൽ അവ വിരിയുമ്പോൾ അവ തമ്മിൽ ഭക്ഷണത്തിന് ഒരു മത്സരം നടക്കുമല്ലോ. ഒരു പെൺകുത്തൻ 2 വർഷം വരെയൊക്കെയുള്ള തൻ്റെ ആയുസിനിടയിൽ ധാരാളം മുട്ടകൾ ഇങ്ങനെ ധാരാളം ധാന്യങ്ങളുടെ ഉള്ളിൽ ഇട്ട് വെക്കും. ഇനി മറ്റ് പെൺകുത്തന്മാർ വന്ന് മുന്നേ തന്നെ ഒരു ധാന്യത്തിനുള്ളിൽ മുട്ടയിട്ട് വെച്ചിരിക്കുന്നതിൽ തന്നെ വീണ്ടും തുരന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകുമല്ലോ. അതായത് 2 മുട്ടകൾക്ക് വളരാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവില്ല. പക്ഷെ പെൺകുത്തന്മാർക്ക് ഒരിക്കലും ഇത് തെറ്റിപ്പോവാറില്ല. ധാന്യം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ളിൽ വേറെ ആരെങ്കിലും ഇതിനു മുന്നേ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അത് ഒഴിവാക്കി പുതിയ ഒരു ധാന്യത്തിലായിരിക്കും അവ മുട്ടയിടുക. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ലാർവ പുഴുവിന് കാലുണ്ടാവില്ല. അതായത് അരിമണിയുടെ ഉള്ളിൽ തന്നെയാണ് അത് പുറത്തു വരുന്നത്, അരിമണിക്ക് പുറത്തു വരുന്നില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ലാർവ പുഴുക്കളെ കാണാനും പോകുന്നില്ല. പോളിഷ് ചെയ്യാതെ അരികളൊക്കെ കഴുകുമ്പോൾ അരിയൊക്കെ കുറച്ച് പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. കുറച്ച് വെളുപ്പ് കളറിലൊക്കെ അല്പം വ്യത്യാസമുള്ള അരികൾ. അതിനുള്ളിൽ പലപ്പോഴും ഈ മുട്ടകളോ അല്ലെങ്കിൽ അവയുടെ പ്യൂപ്പകളോ ഉണ്ടാവും. അത് ഭാരം കുറഞ്ഞതിനാലാണ് അവ വെള്ളത്തിൽ പൊങ്ങി വരുന്നത്. അത് പൊളിച്ചു നോക്കിയാൽ ചിലപ്പോൾ അതിനുള്ളിൽ ആ കുഞ്ഞൻ പുഴുക്കളെ നമുക്ക് കാണാം. ലാർവൽ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്യൂപ്പയായി മാറും. അതിനുള്ളിൽ തന്നെ കുറച്ച് ദിവസം തങ്ങും. പ്യൂപ്പക്ക് മുതിർന്ന കുത്തന്മാരെ പോലെ തന്നെ നീണ്ട മൂക്കുണ്ടാവും. അതുപയോഗിച്ചാണ് അരിമണിയുടെ ഉൾഭാഗം മുഴുവൻ അവ തിന്നു തീർക്കുന്നത്. അങ്ങനെ വളർച്ചാഘട്ടങ്ങളൊക്കെ പൂർത്തിയായാൽ അരിമണിക്ക് ഒരു ചെറിയ ദ്വാരം തുരന്ന് ഈ കുഞ്ഞൻ വണ്ട് പുറത്തേക്ക് വരും. പിന്നെ ഇണചേരലായി, മുട്ടയിടലായി, ജീവചക്രം ഇങ്ങനെ തുടരലായി. ഈ ഗോതമ്പ് വീവിലുകൾക്കൊന്നും ഈ മുതിർന്നാൽ പറക്കാനുള്ള കഴിവില്ല. അവയുടെ ലിറ്ററുകൾ അത്തരത്തിലുള്ളതാണ്. എന്നാൽ അരിയിലൊക്കെ കാണുന്ന വീവിലുകൾക്ക് പറക്കാനുള്ള കഴിവുണ്ട്. വ്യത്യസ്ത ഇനം വീവിൽ വണ്ടുകളുടെ മുട്ട വിരിയാനും പ്യൂപ്പയാകാനും അഡൽട്ടാകാനും ഒക്കെ എടുക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടാകും. കാലാവസ്ഥ, ചൂട്, ഈർപ്പം അവയൊക്കെ ആശ്രയിച്ചിട്ട് അവയുടെ കാലദൈർഘ്യത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഗോതമ്പ് വീവിൽ 5 ആഴ്ച മുതൽ 20 ആഴ്ച വരെ സമയമെടുത്തിട്ടാണ് അവയുടെ ജീവചക്രം പൂർത്തിയാക്കുക. ഇങ്ങനെ തിന്ന് പുറത്ത് കളഞ്ഞ അരിപ്പൊടിയിലൊക്കെ അഭിഷേകം ചെയ്തിട്ട് ആണ് ഇവരൊക്കെ ഇങ്ങനെ വിലസി നടക്കുന്നത്, ഇണയെ കണ്ടെത്തുന്നത്. പെൺപണ്ട് ധാന്യത്തിൻ്റെ ഒക്കെ മുകളിൽ വന്നു നിന്നതിന് ശേഷം ഫിറമോണുകൾ ഇങ്ങനെ പുറത്തേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഫിറമോൺ ഗന്ധങ്ങളാൽ ആകർഷിക്കപ്പെട്ട് ആൺവണ്ടുകൾ ഇവയുമായിട്ട് ഇണചേരും. ഇനി എന്തെങ്കിലും അപകടം മണത്താൽ ഈ കുറിഞ്ചാത്തന്മാർക്ക് ചത്തതുപോലെ കാലൊക്കെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് അനങ്ങാതെ കിടക്കാനറിയാം, ചത്തതായിട്ട് അഭിനയിക്കാനറിയാം. മൈസ് വീവിലുകളാണ് നമ്മുടെ അരിക്കുത്തന്മാരുടെ അടുത്ത ബന്ധു. കൊയ്ത്ത് സൂക്ഷിച്ച ധാന്യങ്ങളിൽ മാത്രമല്ല, പാടങ്ങളിലെ കൊയ്യാറായ ധാന്യങ്ങളിലും പറന്നെത്തി അവ മുട്ടയിടും. ചോളം മാത്രമല്ല, മറ്റ് പലതരം ധാന്യങ്ങളെയും ഇവ ആക്രമിക്കും. ഇവയുടെ ശരീരത്തിനും എലിട്രയുടെ മുകളിൽ 2 ചിറകുകളുമായിട്ട് 4 ഓറഞ്ച് കുത്തുകൾ ഉണ്ടാവും. എങ്കിലും അവയുടെ വലിപ്പത്തിനും വ്യക്തതക്കും വ്യത്യാസമുണ്ടാവും. ഈ മൈസ്കുത്തന്മാർക്ക് അരിക്കുത്തന്മാരെ പോലെ തന്നെ മുതിർന്നവർക്ക് പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നല്ല രൂപസാമ്യമുള്ളതിനാൽ തന്നെ അരിക്കുത്തന്മാരെയും മൈസ്കുത്തന്മാരെയും അങ്ങനെ പെട്ടെന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഗവേഷകർ തന്നെ അവയെ കൃത്യമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവയുടെ ജെനിറ്റാലിയ, അവയുടെ ലൈംഗിക അവയവങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇത് ഏത് ഇനത്തിൽപ്പെട്ട കുറിഞ്ചാത്തന്മാരാണ് എന്ന്. ഇനി ധാന്യങ്ങളിലും പയറുകളിലും ഒക്കെ കുറിഞ്ചാത്തന്മാരെ നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ ഇത്തരത്തിലുള്ള കുറിഞ്ചാത്തൻ്റെ ബാധയുണ്ടായ കാര്യം മനസ്സിലാവുകയുള്ളൂ. അതായത് മുന്നേ തന്നെ മുട്ടയിട്ടതോ മുട്ടകൾ വിരിയാറായതോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അവയൊക്കെയും ധാന്യത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. വളർച്ച പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ധാന്യത്തിൽ നമ്മളൊരു ദ്വാരം കാണുക. ലോകത്തെങ്ങും വലിയ തോതിലാണ് ധാന്യങ്ങളും പയറും ഒക്കെ ഇങ്ങനെ ഈ കുറിഞ്ചാത്തന്മാർ മൂലം നശിച്ചു പോകുന്നത്. ചിന്തിക്കാനാകാത്തത്രയും കൂടിയ അളവിൽ. എത്ര ശ്രദ്ധിച്ചാലും ഇവയുടെ ആക്രമണം ഒഴിവാക്കുക എന്നത് വിഷമമുള്ള കാര്യവുമാണ്.
ഇവ തിന്ന് നശിപ്പിക്കുന്നത് മാത്രമല്ല പ്രശ്നം, വിത്തായിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങളൊക്കെ പിന്നീട് മുളക്കാതെ പോകും. ധാന്യങ്ങളുടെയും പരിപ്പുകളുടെയും ഒക്കെ ഭാരം കുറയും, പോഷകഗുണം നഷ്ടപ്പെടും. ഇതും കൂടാതെ ഈ ചാത്തനും അവയുടെ കുഞ്ഞുങ്ങളുമൊക്കെ തിന്ന് തീർത്ത് അതിൻ്റെ ശേഷം പുറത്തേക്ക് വിട്ട അവശിഷ്ടങ്ങളുണ്ടല്ലോ, മാലിന്യങ്ങൾ, അവയുണ്ടാക്കുന്ന ചില അലർജികളുണ്ട്. കൂടാതെ ആ മാലിന്യങ്ങൾ മറ്റ് ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കുമൊക്കെ വളരാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കും. ഇത് തിന്നാനായിട്ട് മറ്റ് പ്രാണികളും വരും. അതിനാൽ തന്നെ ഈ ധാന്യങ്ങളും ഒക്കെ ശേഖരിച്ചു വെക്കുന്നതിന് മുമ്പ് നല്ല വെയിൽ 2-3 ദിവസം കൊള്ളിക്കുന്നത് നല്ലതാണ്. ധാന്യങ്ങളിൽ 12-13% ഈർപ്പം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നല്ല വെയിലിൽ നന്നായിട്ട് ഇളക്കിയും മറിച്ചിട്ടുമൊക്കെ ധാന്യങ്ങൾ ഉണക്കണം. അപ്പോൾ ഈ ധാന്യത്തിനുള്ളിലുള്ള മുട്ടകളും ലാർവപ്പുഴുക്കളും പ്യൂപ്പയും ഒക്കെ നശിച്ചു പോകും. അതുപോലെ കുറച്ച് ദിവസം നന്നായിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാലും ഇവയൊക്കെ ചത്തുപോകും. എന്തായാലും പഴയ ധാന്യങ്ങൾ സൂക്ഷിച്ച പാത്രങ്ങളിലൊന്നും അവ നന്നായിട്ട് വൃത്തിയാക്കാതെ പുതിയ ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കരുത്. പൊടിഞ്ഞതും മുറിഞ്ഞതുമായിട്ടുള്ള ധാന്യമണികളൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ചാത്തന്മാർക്ക് വളരാൻ വലിയ സഹായം ചെയ്യുന്ന ഘടകങ്ങളാണ്. പഴയതും പുതിയതുമായിട്ടുള്ള ധാന്യങ്ങൾ ഒരിക്കലും മിക്സ് ചെയ്ത് സൂക്ഷിക്കരുത്. ഇതുകൂടാതെ വായു കടക്കാത്ത പാത്രങ്ങളിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓക്സിജൻ ലഭിക്കാൻ ബുദ്ധിമുട്ടായാൽ ഈ ചാത്തന്മാരുടെ പ്രജനന വേഗത കുറയും. എന്തൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് വീട്ടിലെ അടുക്കളയിലെ പാത്രങ്ങളിലെ ചാത്തന്മാരെയെ ഒഴിവാക്കാൻ പറ്റൂ. ഹോട്ടലുകളിലും സദ്യകളിലും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധാന്യങ്ങളിലും പയറിലും ഒക്കെയുള്ള കുറുഞ്ചാത്തന്മാരെ ആര് കൊല്ലാനാണ്? അത്രയും വൃത്തിയുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് വെറുതെ വിശ്വസിക്കാമെന്ന് മാത്രം. അങ്ങനെ പൂർണ്ണമായിട്ടും ചാത്തന്മാരില്ലാതെ ഇവയൊക്കെ സൂക്ഷിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തായാലും അധികം ആദി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വണ്ടിനെ തിന്നുന്നു എന്നുള്ള ഒരു അറപ്പ് മനസ്സിൽ നിന്ന് കളയുക. വെന്ത് കഴിഞ്ഞാൽ എന്ത് വണ്ട്, എന്ത് മുട്ട, എന്ത് പുഴു, നല്ല പ്രോട്ടീൻ ഭക്ഷണമായിട്ട് മാത്രം കരുതിയാൽ മതി. ഇനി ഇതല്ലാതെയും ചെറിയ തോതിൽ നമ്മൾ പലതരത്തിലുള്ള പ്രാണികളെയും അവയുടെ മുട്ടകളെയും പുഴുക്കളെയും ഒക്കെ തിന്നുന്നുണ്ട്. പല പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ അവയുണ്ട്, നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം. ഇനി അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല. പലതും വെന്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തവയുമാണ്. അപ്പോൾ ഭൂമിയിലെ എല്ലാ ശുദ്ധ വെജിറ്റേറിയന്മാർക്കും നല്ല നോണാശംസകൾ. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.